ഹായ്, ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ മുരിങ്ങയ്ക്കയാണ്. ഇത് വെച്ച് നമുക്ക് സ്വാദിഷ്ടമായ മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഈ മുരിങ്ങയ്ക്കയുടെ തലയും വാലും നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് മുരിങ്ങയ്ക്ക ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ നടുവേ ഒന്ന് മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ കത്തി വെച്ച് കീറിയെടുക്കുക. ഉണ്ടോ, മറ്റേ സൈഡ് വിട്ടു പോകാതെ ഇങ്ങനെ വരുന്നത് പോലെ എല്ലാം ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് മുറിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനെ എടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനകത്തെ കാമ്പ് ഇങ്ങനെ നമുക്ക് ചീകിയെടുക്കാം. നമ്മളിങ്ങനെ സാമ്പാറിനകത്തൊക്കെ ഉള്ള മുരിങ്ങയ്ക്ക ഇങ്ങനെ പല്ലുകൊണ്ട് കടിച്ചെടുക്കുന്ന പോലെ അതിനകത്തെ മുഴുവൻ ഭാഗവും ഇങ്ങനെ ക്ലീൻ ആകുന്നത് പോലെ നമുക്ക് എടുക്കാം. ഇത് മുഴുവൻ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഉള്ളിയാണ്. ഇതിനേക്കാളും അല്പം കൂടി ഉള്ളി നിൽക്കണം. ഉള്ളിയെല്ലാം ക്ലീൻ ചെയ്തു, പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കീറിയിട്ട് ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ആവശ്യത്തിന് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് കൂടി അരിഞ്ഞെടുക്കാം. പച്ചമുളകും ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ആവശ്യത്തിന് തേങ്ങയും 2 പിടിയോളം തേങ്ങ ഞാനിതിന് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില എടുത്തിട്ട് അതിനെ ഒന്ന് മുറിച്ച് ഇതിനകത്തോട്ടിട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഞെരടണം. ഞെരടുമ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്, ഉള്ളിയുടെയും ഇതിൻ്റെ എല്ലാം കൂടെ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഞെരടി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായും ഇതുമെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു മൂടി ഉപയോഗിച്ച് മൂടിയിട്ട് തീ കുറച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, അല്ല അടിയിൽ പിടിക്കും. ഇതുകൊണ്ടോ ഒരു ബ്രൗൺ കളർ കയറി വരുന്നുണ്ടോ, അങ്ങനെ കുറച്ചും കൂടെയൊക്കെ ഒരു ബ്രൗൺ കളർ ആയി വരണം. അപ്പം ഇത് പാകത്തിന് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.